പാലാരി വിട്ടത് ഒരു വീട്ടിൽ ടൈലിനിടയിലേക്ക് ഒരു പാമ്പ് കയറിപ്പോയതാണ്. ചേരയുടെ കുഞ്ഞാണ്. നമ്മളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അവനൊന്ന് പതുക്കെ ശ്വാസം മുട്ടിച്ച് പുറത്തേക്ക് എടുക്കാൻ നോക്കിയിട്ട് ആൾ ആ വഴിക്കൊന്നും വരുന്ന ഉദ്ദേശമില്ല. അതുകൊണ്ട് പിന്നെ നമ്മളൊരു ചെറിയ കമ്പി വളച്ചിട്ട് ഒരു ഹുക്ക് പോലെ ആക്കി ആളൊന്ന് കൊളുത്തി പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയതായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ല, അവന് പരിക്കൊന്നും പറ്റാത്ത രീതിക്ക് തന്നെ നമ്മളത് ചെയ്യാൻ പറ്റി. ആൾ റിവേഴ്സ് ഗിയറിൽ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വാലിൽ പിടിച്ച് പതിയെ നമ്മൾ ആളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ആളെ അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവനെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു പറമ്പിലേക്ക് വിടാനാണ് ഉദ്ദേശം. നമ്മൾ പിടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയല്ല. വിഷമില്ലാത്ത പാമ്പായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആളുകൾക്ക് യാതൊരു വിധത്തിലും ഉപദ്രവവും ചേരയെ കൊണ്ട് എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ പരിസരത്തൊക്കെ എലികളും തവളകളും പല്ലികളും ഒക്കെ തുടങ്ങിയ ചെറിയ ജീവികൾ ഒരുപാടുണ്ട്. മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് ചെയ്യാത്തിടത്ത് എലികളുടെ എണ്ണം നന്നായി പെരുകുകയും ചെയ്യും. പാമ്പുകൾക്കുള്ള ഭക്ഷണമാണ് ഈ ജീവികളെല്ലാം തന്നെ. അതുകൊണ്ട് ഇവയെ അന്വേഷിച്ച് പാമ്പുകൾ തീർച്ചയായും നമ്മുടെ വീട്ടുപരിസരത്തേക്ക് വരിക തന്നെ ചെയ്യും. അവിടെ ഒരു ചേരയുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്തരം ജീവികളെ അവൻ കഴിച്ചു തീർക്കുന്നതുകൊണ്ട് തന്നെ അണലി പോലെയുള്ള പാമ്പുകൾക്ക് സ്കോപ്പ് കുറയും. അണലി വരുന്നതിന് നല്ലതാണല്ലോ ചേര അവിടെ തന്നെ നിൽക്കുന്നത്. കൃഷ്ണാസിത പാമ്പിനെ പിടിച്ച്, ഇത് എന്ത് പാമ്പാണ്? ചേരയാണ് ഈ പാമ്പ്. ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാവുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലോട്ട് തന്നെ വിടുകയാണ്. ആരും ഒന്നും പേടിക്കണം. നമ്മുടെ സുഹൃത്ത് ശരത്താണ് വീഡിയോ എടുക്കുന്നത്. അവൻ്റെ തന്നെയാണ് ലാൻഡ് ചെയ്യിക്കാൻ പോവാണ്. ഇതേ പോകുന്നു, റിലീസ് ചെയ്യുന്നു. അത് പോയി.